ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കോമൺ വാഷ് ബേസിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ്, ടേബിളിൻ്റെ വീതി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ജാഗോറിൻ്റെ ഹൈ ക്വാളിറ്റി വരുന്ന നമുക്ക് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രാനൈറ്റിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ പറയുന്ന വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് ലെവലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ്, അതായത് വാഷ് ബേസിൻ്റെ ഏറ്റവും അടിവശം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ടോട്ടലായിട്ട് ടോപ്പ് ഹൈറ്റ് വരുന്നത് 34 ഇഞ്ചാണ് നമുക്ക് വരേണ്ടത്. അതായത് വാഷ് ബേസിൻ്റെ ഏറ്റവും ടോപ്പ് വരേണ്ടത് 34 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ ഏത് വാഷ് ബേസിനാണ് നമ്മൾ ആദ്യം വെക്കാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവുക. അപ്പോൾ അതിന് ശേഷം വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന അതിൻ്റെ താഴെ വരുന്ന ബേസ്മെൻറ്റ് വരുന്ന നമ്മളതിൻ്റെ കബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് വാഷ് ബേസിൻ വെച്ചാൽ വാഷ് ബേസിൻ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7 ഇഞ്ച് ഹൈറ്റെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ 34 ഇഞ്ചിൽ നിന്ന് 7 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മുടെ കബോർഡിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഗ്രാനൈറ്റിൻ്റെ പീസ് ഇടുന്നത് 1 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ വാഷ് ബേസിനും ഈ ഗ്രാനൈറ്റും കൂടിയിട്ട് ഏകദേശം ഒരു 8 ഇഞ്ച് എന്നുള്ള ഒരു 9 ഇഞ്ചായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ 9 ഇഞ്ച് കഴിച്ചിട്ട് ബാക്കി വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ താഴെ വരുന്ന കബോർഡിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ കബോർഡിൻ്റെ ഹൈറ്റ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വാഷ് ബേസിൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്നത് 34 ഇഞ്ചാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന വർക്കുകൾ കാണാൻ സാധിക്കും. അതിപ്പോൾ ഇത് എന്തിനങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് കാണാനും നല്ല ഭംഗിയും കിട്ടും. അതുകൂടാതെ ഡൈനിങ് ഏരിയയിൽ സെപ്പറേഷൻ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം ഡൈനിങ് ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും വാഷ് ബേസിൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാതിരിക്കുന്നതിനും നീറ്റായിട്ട് ഒരു ചെറിയൊരു സെപ്പറേഷൻ എന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സൈഡിൽ ഒരു അലൈൻമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അത് നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗ്രാനൈറ്റിലാണ് നമ്മൾ ഈ പറയുന്ന ടാപ്പ് ഉറപ്പിച്ചിരിക്കുന്നത്. ടാപ്പും കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെ ടാപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടാപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ടാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാപ്പ്, അതായത് വാഷ് ബേസിനോട് ചേർത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടാപ്പിൻ്റെ ഒരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിൾ വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് താഴെ സെൻറ്ററിൽ കാണുന്ന ആ പറയുന്ന വേസ്റ്റ് കപ്ലിങ്ങിൽ ചെന്ന് കറക്റ്റായിട്ട് വെള്ളം വീഴുന്ന രീതിയിലുള്ള ടാപ്പ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് നമ്മുടെ ടാപ്പിൻ്റെ ഒരു ചരിവുണ്ട്, വെള്ളം വീഴുന്നതിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്ന നോസിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചരിവ് നമുക്ക് പല രീതിയിലുള്ള വാഷ് ബേസിനിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള പല മോഡൽസും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ നമ്മളുണ്ടോ, വെള്ളം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നേരെ വരുന്നത് നമ്മുടെ ഈ പറയുന്ന വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ സെൻട്രലായിട്ടാണ് വന്ന് വീഴേണ്ടത്. അതല്ലാതെ ഒരു വാഷ് ബേസിൻ്റെ എൻഡിലോ തുടക്കത്തിലോ വന്ന് വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വാഷ് ബേസിൻ്റെ ടാപ്പ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിൾ നോക്കിയതിന് ശേഷം ആംഗിൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് വേസ്റ്റ് കപ്ലിങ്ങിൽ വന്ന് വെള്ളം വീഴാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ തൊട്ട് ഫ്രണ്ടിലാണെങ്കിലും, അതായത് വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം കൂടുതൽ വെള്ളം പുറത്തേക്ക് തെറിക്കില്ല. പക്ഷേ പുറത്തേക്കോ അകത്തേക്കോ ഓവറായിട്ട് വെള്ളം വീഴുന്നത് പുറത്തേക്കോ അകത്തേക്കോ വന്നു കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ്, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഷ് ബേസിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വാഷ് ബേസിൻ ഉറപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഗ്രാനൈറ്റിൻ്റെ പുറത്താണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാനൈറ്റിൽ ഉറപ്പിക്കുന്ന രീതിയിലുള്ള വാഷ് ബേസിൻ നമ്മൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ വാഷ് ബേസിൻ ഉറപ്പിക്കുന്നത് അത് നമുക്ക് ഒന്നല്ലെങ്കിൽ സിലിക്കോണിൽ ഉറപ്പിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വൈറ്റ് സിമെൻറ്റിൽ ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലും കാരണവശാൽ കഴുകുന്ന സമയത്തോ വെള്ളം വരുന്നുണ്ടെങ്കിൽ പുറത്ത് വാഷ് ബേസിൻ്റെ വെള്ളം വരുന്നത് ഈ താഴത്ത് വാഷ് ബേസിൻ്റെ ഏറ്റവും താഴെ ഗ്രാനൈറ്റായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തൂടെ താഴേക്ക് ഇറങ്ങി കബോർഡിൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സിലിക്കൺ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് എംസിയിലാണെങ്കിലും മൊത്തം ചുറ്റും, അതായത് ഒട്ടും പുറത്തേക്ക് ബൾജ് ചെയ്യാത്ത രീതിയിൽ ചുറ്റും അകത്ത് നിന്ന് വാഷ് ബേസിൻ ഉറപ്പിക്കുന്നതിന് മുന്നേ അതിൻ്റെ അടിവശം കറക്റ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഈ പറയുന്ന മുകളിൽ നിന്ന് നേരെ കബോർഡിൻ്റെ താഴേക്ക് വീഴാത്തൊരവസ്ഥ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നീറ്റായിട്ട് നമുക്ക് വാഷ് ബേസിൻ ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതുകൂടാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.